നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ ദിദിയ ദശാം പടിയിറങ്ങുകയാണ്. 14 കൊല്ലക്കാലം ഫ്രാൻസിൻ്റെ പരിശീലകനായിട്ട് നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കിയിട്ട് അദ്ദേഹം പടിയിറങ്ങുന്നു. 2012 അവരുടെ കോച്ചായിട്ട് അദ്ദേഹം വരുന്നത്. ഏതായാലും ഇനി ലൂസേഴ്സ് ഫൈനൽ കൂടിയുണ്ട്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഫ്രാൻസ് ടീമിനോടൊപ്പമുള്ള യാത്ര അവസാനിക്കും. പിന്നെ സിനദിൻ സിദാൻ ഫ്രാൻസിൻ്റെ പരിശീലകനായിട്ട് വരും. ഏതായാലും ദശാമിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ദിദിയ ദശാം 26 മത്സരങ്ങളിലാണ് വേൾഡ് കപ്പിൽ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുള്ളത്. വേൾഡ് കപ്പിലെ കണക്കാണ് 26 മത്സരങ്ങൾ. അതിൽ 19 വിജയിച്ചു, 3 സമനില, 3 പരാജയങ്ങളേ ഉള്ളൂ. ഒരു വേൾഡ് കപ്പ് കിരീടം ചൂടി 2018 2 തവണ തുടർച്ചയായിട്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചു. 2018 2022 2026 ഇതാ സെമി ഫൈനലിലേക്കും ടീമിനെ എത്തിച്ചു. ഏതായാലും ദിദിയ ദശാം ഒടുവിൽ പടിയിറങ്ങുകയാണ്. നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കിയിട്ട് ഇനി സിദാൻ്റെ വരവാണ്. 98 സിദാനും ദശാമും ഒക്കെ ചേർന്നാണ് ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ സിദാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിരുന്നു. അതിനുശേഷം ഒരു കോച്ചിങ് ജോബും ആക്സെപ്റ്റ് ചെയ്യാതെ നിന്നതാണ്. ദശാമിൻ്റെ പടിയിറക്കത്തിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തതാണ്. നേരത്തെ തന്നെ ഈ കാര്യം തീരുമാനമായതാണ്. ദശാം ഈ വേൾഡ് കപ്പോടുകൂടി പടിയിറങ്ങും. പിന്നാലെ സിദാൻ ഫ്രാൻസിൻ്റെ കോച്ചാകുമെന്ന്. ഇനി സിനദിൻ സിദാൻ എറ ആരംഭിക്കുന്നു ഫ്രാൻസിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.